ട്രംപ് ഭരണകൂടം അധികാരത്തിലെത്തിയതോടുകൂടി ഇമിഗ്രേഷൻ നിയമങ്ങളിൽ വലിയ അഴിച്ചുപണികൾ ഉണ്ടായി. ഗ്രീൻ കാർഡിനും H-1B വിസയ്ക്കും കാത്തിരുന്ന ആയിരക്കണക്കിന് പ്രവാസികളെ അത് മുൾമുനയിലെത്തിച്ചു. അനധികൃത കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ പുറത്താക്കുമെന്ന കർശന നിലപാടും വിസ ചട്ടങ്ങൾ കടുപ്പിക്കുന്നതും അമേരിക്കൻ സ്വപ്നങ്ങൾക്ക് മങ്ങലേൽപ്പിക്കുന്നു. ഇതിനു പുറമെ പ്രാദേശിക തൊഴിലാളികൾക്ക് മുൻഗണന നൽകുന്ന സാമ്പത്തിക നയങ്ങൾ വിദേശ പ്രൊഫഷണലുകൾക്ക് തൊഴിൽ വിപണിയിൽ വലിയ വെല്ലുവിളിയാണ് ഉണ്ടാക്കുന്നത്. മറുവശത്താണെങ്കിൽ പ്രവാസികളുടെ പർദീസയായിരുന്ന കാനഡയും അതിന്റെ വാതിലുകൾ പകുതിയോളം അടച്ചു കഴിഞ്ഞു. വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവും ഭവനരഹിതരുടെ എണ്ണവും നിയന്ത്രിക്കാൻ സ്റ്റുഡന്റ് വിസകളിലും പെർമനന്റ് റെസിഡൻസി കോട്ടകളിലും കാനഡ വൻ വെട്ടിക്കുറയ്ക്കലുകൾ വരുത്തി. വിദേശി കുടിയേറ്റം രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെ ബാധിക്കുന്നു എന്ന വിലയിരുത്തലിൽ നിയമങ്ങൾ മാറ്റി എഴുതുന്നതോടെ പുതിയതായി വിദേശത്തേക്ക് ചേക്കേറാൻ ആഗ്രഹിക്കുന്നവർക്ക് മുമ്പിൽ വലിയ പ്രതിസന്ധിയാണ് രൂപപ്പെടുന്നത്. രാഷ്ട്രീയ മാറ്റങ്ങളും സാമ്പത്തിക നിയന്ത്രണങ്ങളും ഒത്തുചേരുമ്പോൾ കാനഡയും അമേരിക്കയും മുമ്പത്തെ പോലെ പ്രവാസികൾക്ക് സുരക്ഷിതമായ മേച്ചിൽപ്പുറങ്ങൾ അല്ലെന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.